ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ അതും ഏതാനും നാളുകൊണ്ട് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇവിടെ ആർക്കും ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം കൃത്യമായ ഇടവേളയിൽ 3 വർഷക്കാലം CPIM അതിൻ്റെ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടേണ്ട കമ്മിറ്റിയും മേലെ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും ഈ സമ്മേളനങ്ങളിൽ വെച്ച് തിരഞ്ഞെടുക്കാറുമുണ്ട്. ഇത്തരം ജനാധിപത്യ രീതി കൃത്യമായി അംഗീകരിച്ചു പോകുന്ന CPIM-നെ ജനാധിപത്യ പാർട്ടി എന്ന് സാധാരണ വലതുപക്ഷ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറില്ല. അവർ ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടികളിൽ ചിലതിന് ദശാബ്ദങ്ങളായി ഈ ജനാധിപത്യ പ്രക്രിയ അന്യമായി നിൽക്കുകയാണ്. തീർത്തും ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ അവരെയാണ് ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാറും എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് തന്നെ ഒരു തരത്തിലുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതാണ്. ഇവിടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി സഖാവ് MV ജയരാജൻ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്തെ പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും ചർച്ച ചെയ്യുന്ന സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ. ഈ കാലത്ത് നാം നേരിടുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാടാകെ വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി നിൽക്കുന്ന ഒന്നാണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തെ വലിയ തോതിൽ അവഗണിക്കുന്നത്. ആ അവഗണന നേരത്തെ മുതൽ തുടർന്നു വരികയാണ്. ഇവിടെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അവകാശപ്പെട്ടതാണ് നിഷേധിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദയ യാചിച്ച് നിൽക്കുകയല്ല നമ്മുടെ സംസ്ഥാനം. ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സംസ്ഥാനത്തിന് അർഹതയുള്ളത് ലഭിക്കണം. പക്ഷേ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പ്രത്യേകത കേരളത്തിനുണ്ട്. അത് ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം ഭരണ നേതൃത്വത്തിലുള്ള ഏക സംസ്ഥാനം കേരളമാണ്. ഇടതുപക്ഷത്തോടും LDF-നോടും CPIM-നോടുമെല്ലാം കടുത്ത രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം രാജ്യം ഭരിക്കുന്ന BJP-ക്കുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം തുടരുകയും ചെയ്യും. ആ ഒരു
അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ ഒരു നാടിനെ, ആ നാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്നതാണ് ഉയർന്നു വരുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. നമ്മുടെ നാട് ഇന്ത്യ രാജ്യമെടുത്താൽ പല കാര്യങ്ങളിലും വേറിട്ട് നിൽക്കുന്നൊരു നാടാണ്. ഇപ്പോൾ ബജറ്റിന് മുൻപ് അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്ന കാര്യം, രാജ്യത്തിൻ്റെ പൊതുചിത്രമെടുത്താൽ സുസ്ഥിര വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നതാണ്. രാജ്യം തന്നെ ചാർത്തിത്തന്ന ഒട്ടേറെ പ്രത്യേകതകൾ കേരളത്തിനുണ്ട്. വിവിധ മേഖലകളിൽ നമ്പർ 1 സ്ഥാനവും കേരളം വഹിച്ചു പോവുകയാണ്. അത്തരമൊരു നാടിനെ വലിയ തോതിൽ അവഗണിച്ചു പോകുന്ന നടപടിയാണ് BJPയുടെ നേതൃത്വം സ്വീകരിച്ചു പോകുന്നത്. ഈ ബജറ്റിൽ സ്വാഭാവികമായും കേരളം പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ തീർത്തും അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ നാട് ആരോഗ്യരംഗത്ത് എല്ലാവരും സമ്മതിക്കുന്നതാണ് മികവാർന്ന നേട്ടങ്ങളുടെ ഉടമയാണ് എന്ന്. കേരളത്തിൻ്റെ മികവാർന്ന ആരോഗ്യരംഗത്തിൻ്റെ പ്രത്യേകത രാജ്യം മാത്രമല്ല, ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. അത് ഇതേവരെ നമ്മുടെ കേരളത്തിന് നൽകിയിട്ടില്ല. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനങ്ങൾ ഉണ്ടായതാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തോട് സ്ഥലം നിർദ്ദേശിക്കാനും പറഞ്ഞു. അങ്ങനെ കേരളം 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, 4 സ്ഥലം നിർദ്ദേശിച്ചാൽ പറ്റില്ല, 4 ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രം തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള നിലക്കാണ് 4 സ്ഥലം നിർദ്ദേശിച്ചത്. 4 സ്ഥലം നിർദ്ദേശിച്ചാൽ പറ്റില്ല, നിങ്ങൾ ഒരു സ്ഥലം നിർദ്ദേശിക്കണം. അത് അംഗീകരിച്ച് കേരള ഗവൺമെന്റ് നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുന്നില്ല. എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ കേരള ഗവൺമെന്റിന് വേണ്ടി പലരും കണ്ടിട്ടുള്ളതാണ്. സംസാരിക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രി അടക്കം ഇപ്പോ എയിംസ് കിട്ടി എന്ന ധാരണയിൽ പിരിയാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കാറ്. പക്ഷേ തുടർച്ചയായ നിരാശയാണ് കേരളത്തിനുണ്ടാകുന്നത്. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. നമ്മുടെ രാജ്യത്തെ
ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നു. ആ പോർട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീയതി അടുത്തു വരികയാണ്. അത്തരമൊരു പോർട്ടിന് സ്വാഭാവികമായും നല്ല തോതിലുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റിന് ലഭ്യമാകണം. അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ്. കയറ്റുമതി രംഗത്ത് വലിയ പ്രോത്സാഹനം തങ്ങൾ അംഗീകരിക്കുന്ന നയമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട്. പക്ഷേ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഒരു പൈ സഹായമായി അനുവദിക്കാൻ തയ്യാറായിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നാടിനോട് കാണിക്കുന്ന ഏറ്റവും കടുത്ത അവഗണനയുടെ ഭാഗമാണ്. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് രാജ്യത്തിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പോർട്ടാണ്. അങ്ങനെയാണിത് മാറാൻ പോകുന്നത്. രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ട്, അതിന്റെ ഭാഗമായുള്ള വലിയ വരുമാനം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കാൻ പോകുന്നൊരു പോർട്ട് സ്വാഭാവികമായി ശരിയായ ദിശാബോധമുള്ള ഒരു സർക്കാരാണെങ്കിൽ അത്തരം പോർട്ടിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് തീർത്തും അവഗണിച്ചിരിക്കുന്നു. ഇവിടെ വലിയ ദുരന്തമാണ് നാം കഴിഞ്ഞ നാളുകളിൽ നേരിട്ടത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി. ആ നാളുകളിൽ പ്രധാനമന്ത്രിയും എത്തി. എല്ലാവരുമായും കാണുകയും ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ദുരന്ത കാര്യത്തിന് ലഭിക്കേണ്ട സഹായം നമുക്ക് ലഭിച്ചില്ല. കടുത്ത അവഗണന ആ കാര്യത്തിലുണ്ടായി. ഒരു തരത്തിലുള്ള പകപോക്കൽ. ഏതായാലും അത് ആ കാര്യത്തിൽ കൂടുതൽ സഹായം വേണമെന്നുള്ളത് നിരന്തരമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ ബജറ്റ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് വേണമെന്നുള്ള കാര്യം സ്വാഭാവികമായും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു പൈ നൽകാൻ തയ്യാറായില്ല. എന്താണിത്? നമ്മുടെ നാടിനോട് ഇത്ര കടുത്ത വിവേചനം കാണിക്കുന്നതിൻ്റെ സാങ്കത്യമെന്ത്? ഈ നാടിനെ മുന്നോട്ട് പോകാൻ സഹായം നൽകേണ്ട, പിന്തുണ നൽകേണ്ട കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. എന്തും കേരളത്തോടാകാം എന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ നാം
ചിന്തിക്കേണ്ട കാര്യം, ഇത് LDF സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കുന്ന ഒരു നടപടിയായി മാത്രം കണ്ടാൽ പോരാ. ഇത് LDFനെ മാത്രമായി ബാധിക്കുന്നൊരു കാര്യമല്ല, നാടിനെയാണ് ബാധിക്കുന്നത്. നാടിനെ പുറകോട്ടടിപ്പിക്കുന്ന നടപടിയാണ്. അപ്പോൾ നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഒന്നിച്ച് ശബ്ദമുയർത്താൻ തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ BJP സ്വീകരിക്കുന്ന നയത്തെ BJPയുടെ വക്താക്കൾ ന്യായീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞു. എത്രമാത്രം വിചിത്രമായ വാദഗതികളാണ് ചിലര് ഉയർത്തിയത് എന്നത് നാം കണ്ടതാണ്. എത്ര അപഹാസ്യരാവുകയാണ് അവർ തന്നെ അതിലൂടെ എന്നതും കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു വാദം വന്നത് കേരളം പിറകിലാണെന്ന് പറയണം. അങ്ങനെ പിറകിലാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് തരുമെന്നാണ്. പാക്കേജിന്റെ പ്രശ്നം പറഞ്ഞത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ്. കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ എന്താണെന്ന് രാജ്യത്തിന് അറിയാത്തതാണോ? നാം വലിയൊരു കടൽ തീരമുള്ളൊരു സംസ്ഥാനമാണ്. ആ കടലോരം നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. ആ കടലോരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. തീരസംരക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, എന്നാൽ തീരസംരക്ഷണവും ഗൗരവമായ പ്രശ്നം തന്നെയാണ്. അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം, പിന്തുണ ലഭ്യമാകേണ്ടതാണ്. അത് സാമ്പത്തിക സഹായമാണ് വേണ്ടത്. ആവശ്യമായ പാക്കേജുകൾ അതിനായി അനുവദിക്കേണ്ടതായിട്ടുണ്ട്. നിരന്തരം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന കാര്യമാണത്. പക്ഷേ ഒരു ഘട്ടത്തിലും അതിലിടപെടാനോ സഹായിക്കാനോ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം, ദുരനുഭവം. ഇവിടെ അവിടെയുള്ള ആളുകളെ പ്രത്യേക രീതിയിൽ കണ്ടുകൊണ്ട് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളം പുനർഗേഹം എന്നൊരു പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി നടപ്പിലാക്കുന്നു. അതുപോലുള്ള പദ്ധതികൾ സ്വാഭാവികമായും നടപ്പിലാക്കേണ്ടതാണ് ആ പ്രദേശത്ത്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും പിന്തുണയും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ വഴിക്ക് ചിന്തയേയില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗം കടലോരമാണെങ്കിൽ മറ്റൊരു ഭാഗം മലയോരം. ആ മലയോരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ വലിയ തോതിൽ ഉത്കണ്ഠയിൽ കഴിയുന്നു. അവിടങ്ങളിലുള്ളവർ വന്യമൃഗത്തിൻ്റെ കടുത്ത ശല്യം നേരിടുന്നു. ഈ വന്യമൃഗങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന കേന്ദ്ര നിയമമാണ് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. വന്യമൃഗം വലിയ തോതിൽ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളുടെയും അനുഭവത്തിൽ നേരത്തെ നാട്ടിൽ കാണാതിരുന്ന വന്യമൃഗങ്ങളടക്കം ഓരോ പ്രദേശത്തും എത്തിപ്പെടുന്ന സ്ഥിതി കാണുന്നു. എല്ലാം ഇതിൻ്റെ വലിയ തോതിലുള്ള
വളർച്ചയുടെ ഭാഗമാണ്. വന്യമൃഗത്തെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ മനുഷ്യനെ കാണാതിരിക്കുകയാണ്, മനുഷ്യരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാനം കേന്ദ്രത്തോട് പറഞ്ഞു, ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്, അതിന് ആവശ്യമായ പിന്തുണ വേണം, വലിയ തോതിലുള്ള സംരക്ഷണ നടപടികൾ ഇവിടെ സ്വീകരിക്കേണ്ടതുണ്ട്, മനുഷ്യരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള വിവിധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് സഹായം വേണം. പ്രത്യേക പാക്കേജായി ആ കാര്യം നടപ്പാക്കാൻ കഴിയണം. കേട്ട ഭാവമില്ല, ഒരു സഹായവുമില്ല, ഒരു പിന്തുണയുമില്ല. ഇങ്ങനെ കേരളം നേരിടുന്ന തനതായ പ്രശ്നങ്ങളുണ്ട്. ആ തനതായ പ്രശ്നങ്ങളുടെ മേലെയാണ് കേരളത്തിന് ആവശ്യമായ സഹായത്തിനായി ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതിനോടാണ് മുഖംതിരിച്ച് നിൽക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിച്ചത്. ഇവിടെ അതിന് മറ്റ് ന്യായങ്ങൾ പറയുകയാണ്. കേരളത്തിന് എന്തു വകയാണ് അങ്ങനെയൊരു സഹായം നൽകേണ്ടത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അവരോട് പരിതപിക്കൽ മാത്രമേ മാർഗമുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള വികട ന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയുക? എന്തും പറയാവുന്ന ഒരു നിലയാണോ സ്വീകരിക്കേണ്ടത്? അപ്പം അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടാണ് ഇവരുടെ എല്ലാം ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സമീപനം. ഇതിൽ നാടിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. നമ്മുടെ അനുഭവം, നേരത്തെയുള്ള അനുഭവം, പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നടപടി സ്വീകരിക്കുമ്പോൾ ആ തെറ്റിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്ത പ്രതിപക്ഷം നമ്മുടെ കേരളത്തിലുണ്ടായി എന്നുള്ളതാണ്. കോൺഗ്രസും ലീഗുമെല്ലാം അടങ്ങുന്ന കേരളത്തിലെ പ്രതിപക്ഷം നേരത്തെ സ്വീകരിച്ച സമീപനം അതാണ്. അടുത്ത കാലത്ത് വയനാടിൻ്റെ പ്രശ്നം വന്നപ്പോൾ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം കാണാതെയല്ല ഞാൻ പറയുന്നത്. എല്ലാ എം പിമാരും ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കാൻ തയ്യാറായി. അത് നല്ലൊരു മാറ്റമാണ്. പക്ഷേ അതിനു മുൻപ് അവർ സ്വീകരിച്ച നിലപാട് തീർത്തും നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യത്തിനെതിരായിട്ടുള്ളതായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള വിരുദ്ധ സമീപനത്തോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇവിടെ വീണ്ടും കൂടുതൽ അവഗണന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടായിരിക്കുന്നു. അവരടക്കം എല്ലാവരും ഈ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. കേരളത്തിൻ്റെ വികാരം ശക്തമായി ഉയർത്താൻ തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യം പരിശോധിച്ചാൽ വലിയ തോതിലുള്ള തകർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ നമുക്ക് കഴിയും. വലിയ തോതിൽ പെരുപ്പിച്ച കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ആ കണക്കുകളൊന്നും നമ്മുടെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നതാണ് വസ്തുത. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയപ്പോൾ ഇന്ത്യ 105 സ്ഥാനത്ത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. നമ്മുടെ തൊട്ടുകിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല. എല്ലാം നമ്മുടെ വളരെ മുന്നിൽ. അപ്പോൾ എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് നാം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന നയമുണ്ട്. ആ നയം
രാജ്യത്തിലെ ജനങ്ങളെ കണ്ടുകൊണ്ട നയമല്ല. രാജ്യത്തിലെ ജനങ്ങളിൽ മഹാഭൂരിഭാഗം പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്. ആ ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിനുള്ള, അവരെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. പക്ഷേ ഒരു നടപടിയും കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. അതിന്റെ ഭാഗമായാണ് വലിയ ദുരിതം രാജ്യത്തിന് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ദരിദ്രരുണ്ടാകുന്നത്. ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പാപ്പരീകരിക്കപ്പെടുകയാണ് കൂടുതലായിട്ട്. പാവങ്ങൾ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. എന്നാൽ അതേസമയം സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം കണക്ക് പറയുമ്പോൾ ഈ സമ്പന്നരുടെ വലിയ ആസ്തി കൂടി വെച്ചുകൊണ്ടാണ് ആ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ രാജ്യത്തെ ഈ അതിസമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു 4% ആളുകളെ ഒഴിവാക്കി നിർത്തി വരുമാനം കണക്ക് കൂട്ടിയാൽ ഇന്ത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും കടുത്ത ദാരിദ്ര്യാവസ്ഥയുള്ള രാജ്യത്തെക്കാളും പുറകിലായിരിക്കും. ഇതാണ് വസ്തുത. ഓരോ നയവും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, അതിസമ്പന്നർക്ക് വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഷിക വൃത്തിയാണ് നടക്കുന്നത്. കർഷകരെ സംരക്ഷിക്കുന്നതിന് നടപടികളാണ് വേണ്ടത്. വലിയ തോതിലുള്ള കാർഷിക പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു. പക്ഷേ കർഷകർക്ക് അനുകൂലമായ ഒരു നടപടിയുമില്ല, ഈ ബജറ്റിലുമില്ല. കർഷകർക്ക് അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. നേരത്തെ രാസവളത്തിനുണ്ടായിരുന്ന സബ്സിഡി വലിയ തോതിൽ വെട്ടിക്കുറച്ചതിനെതിരെ കർഷകർ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. ഇപ്പോഴും നല്ല വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ് ഈ ബജറ്റിൽ. അപ്പോ കൂടുതൽ കൂടുതൽ കർഷക ദ്രോഹ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. കാർഷിക വിളകൾക്ക് ന്യായമായ വിലയുണ്ടാവുക, അതിന് കൃത്യമായ താങ്ങുവില പ്രഖ്യാപിക്കുക, അത്തരം നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തേ ഉണ്ടാകുന്നില്ല. കർഷകര് ആ പ്രശ്നം വലിയ തോതിൽ ഉന്നയിക്കുന്നു, പക്ഷേ നടപടികളില്ല. നമ്മുടെ രാജ്യത്ത് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ആ സർക്കാരിന് ഇടതുപക്ഷമടക്കം പിന്തുണ നൽകിയിരുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ അടക്കം ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത്. ആ തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വലിയ വെട്ടിക്കുറവ് വരുത്തി, ഇത്തവണ ഒരു പൈ വർധനവ് വരുത്തിയില്ല. അതേ നില തുടരുകയാണ്. അപ്പോ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന സമീപനം തുറന്നു പോകുന്നു. ഇതെല്ലാം പാവങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത്. ഓരോ രംഗത്തും ഈ നടപടിയാണ് എടുത്തു പോകുന്നത്. ഇത് രാജ്യം അംഗീകരിച്ച നയത്തിന്റെ ഭാഗമാണെന്ന് നാം കാണണം. നവ ഉദാരവൽക്കരണ നയം. ആ നവ ഉദാരവൽക്കരണ നയമാണ് നമ്മുടെ രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ നയം അതിതീവ്രമായി നടപ്പാക്കുകയാണ്. ഈ നയം മാറേണ്ടതുണ്ട്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഈ നയത്തിൽ നല്ല മാറ്റം
ഉണ്ടായാൽ മാത്രമേ രാജ്യത്തെ ജനങ്ങൾ, പാവപ്പെട്ടവർ രക്ഷപ്പെടുകയുള്ളൂ. എന്നാൽ ആ നയം അതിതീവ്രമായി നടപ്പാക്കുന്നതാണ് നാം കാണുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് ഈ നയം ജനദ്രോഹപരമായ നയമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ആ നയം നരേന്ദ്രമോദിയുടെ മാത്രം നയമാണോ? അതല്ലെങ്കിൽ BJPയുടെ മാത്രം നയമാണോ? ഈ നയം ഈ രാജ്യത്ത് ആദ്യം കൊണ്ടുവന്നാരാ? കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ സർക്കാരാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന നിലയാണോ കോൺഗ്രസിനുള്ളത്? ആ നയത്തിലല്ലേ ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത്? ആ നയത്തിൽ നിന്ന് മാറാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ അനുഭവം എടുത്താൽ 2011 മുതൽ 16 വരെയുള്ള കേരളം UDF ഗവൺമെന്റ് ഭരിച്ച ആ 5 വർഷക്കാലം കേന്ദ്രത്തിൽ 2 ഗവൺമെന്റ് ഉണ്ടായി. ആദ്യത്തേത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രണ്ടാമത്തേത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ 3 ഗവൺമെന്റുകളും, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ഇവിടുത്തെ UDF ഗവൺമെന്റ്, ഈ 3 ഗവൺമെന്റുകളും നടപ്പാക്കിയത് ഒരേ നയമാണ്. ആ നയത്തിന്റെ കെടുതിയായിരുന്നു നമ്മുടെ നാട് ആ കാലത്ത് അനുഭവിച്ചത്. എന്തൊരു തകർച്ചയായിരുന്നു! തകരാത്ത ഏതെങ്കിലും മേഖലയുണ്ടായിരുന്നു? ആ നയം ഇപ്പോഴും ഒഴിവാക്കിയോ? ഇപ്പോ രാജ്യത്ത് ചില സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടല്ലോ. ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇതല്ലാത്തൊരു നയം നടപ്പാക്കുന്നുണ്ടോ? അപ്പോ കോൺഗ്രസിനും BJPക്കും ഒരേ നയമാണ്. ആ നയം ജനദ്രോഹപരമായ നയമാണ്. ആ നയമാണ് ജനങ്ങളെ കൂടുതൽ പാപ്പരീകരിക്കുന്നത്. എന്നാൽ ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബദൽ നയം ഇന്ത്യയിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നു. ആ ബദൽ നയം കേരളത്തിൽ LDF സർക്കാർ നടപ്പാക്കുന്നു. അതിന്റെ പ്രത്യേകത കാണാൻ നമുക്ക് കഴിയും. എല്ലാ വിശദാംശങ്ങളിലേക്കും ഇപ്പൊ ഞാൻ പോകുന്നില്ല. പക്ഷേ ഓരോ കാര്യമെടുത്താലും കേന്ദ്ര ഗവൺമെന്റിന്റെ നവോദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായുള്ള കാര്യമല്ല കേരളത്തിൽ നടപ്പാക്കാൻ നോക്കുന്നത്. എല്ലാ രംഗത്തും ബദൽ നയമാണ്. ഇപ്പൊ ഏറ്റവും പാവപ്പെട്ടവരുടെ കാര്യം, നമ്മുടെ രാജ്യത്തുള്ള അതിദരിദ്ര വിഭാഗം, ആ അതിദരിദ്ര വിഭാഗത്തില് കേരളത്തില് നാം കണ്ട കണക്കില് 64,006 കുടുംബങ്ങളാണ്. 3 വർഷം മുൻപാണത്. ആ അതിദരിദ്ര വിഭാഗം എന്ന് പറയുമ്പോ അന്ന് 0.7% വരിക. ഏത് സർക്കാരിനും വലിയൊരു നമ്പർ അല്ലത്, അതുകൊണ്ട് വേണമെങ്കിൽ അവഗണിക്കാം. പക്ഷേ ഇടതുപക്ഷവും LDFും അത് അവഗണിക്കാനല്ല തീരുമാനിച്ചത്. ആ പാവപ്പെട്ടവരെ ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ മുക്തരാക്കാൻ പറ്റും? ഇതാണ് ഇടതുപക്ഷം ആലോചിച്ചത്. അതിന്റെ ഭാഗമായി കൃത്യമായ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. അത് 3 വർഷം മുൻപ് തന്നെ പ്രഖ്യാപിച്ചു. 3 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന കുടുംബങ്ങളെയെല്ലാം അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളതാണ്. 3ാമത്തെ വർഷമാണിത്. 2025 നവംബർ 1 നമ്മുടെ രാജ്യത്ത്, കേരളം എന്ന ഈ സംസ്ഥാനത്ത് അതിദരിദ്ര കുടുംബം എന്ന ഒന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് കേരളം മാറാൻ പോകുന്നു. ഇത് കേരളത്തിനല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയുമോ? ഏതെങ്കിലും സംസ്ഥാനം ഇത്തരമൊരു നടപടി സ്വീകരിച്ചു പോകുന്നുണ്ടോ?
അവിടെയാണ് നയത്തിന്റെ പ്രശ്നം. ഈ നയം, നരേന്ദ്രമോദിയുടെ നയം, BJP-യുടെ നയം, കോൺഗ്രസിന്റെ നയം അംഗീകരിച്ചു പോകുന്ന പ്രദേശങ്ങളിൽ ഇതേ നിലപാടാണ്. ബദൽ നയം വന്നപ്പോ ആ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കാൻ പറ്റുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ സ്വാഭാവികമായി പ്രയാസമുണ്ടാകും. ആ നടപടികൾ സ്വീകരിക്കുന്നതിനോട് ഒരു ഈർഷ, അമർഷം അതെല്ലാം ഉണ്ടാവും. ഇപ്പോ പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നൽകിയിരുന്ന ഓർമ്മയുണ്ടല്ലോ. 2011-16 കാലം, ആ 16ന്റെ അവസാനമാകുമ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചു തന്നെ 600 രൂപയായിരുന്നു. പക്ഷേ ആ 600 കയ്യിൽ കിട്ടിയോ? അന്നത്തെ കാലം 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2016 ആദ്യ തീരുമാനം ആ 18 മാസത്തെയും കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ വർധനവ് തുടങ്ങി. ആ വർധനവ് 1600 രൂപയിലേക്ക് എത്തി. 1600 രൂപ 60 ലക്ഷത്തിലധികം ആളുകൾക്കാണ് നൽകുന്നത്. ആ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകണം, മാസം തോറും നൽകണം എന്ന നിർബന്ധത്തോടെയാണ് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കും. കമ്പനിക്ക് സർക്കാർ പണം നൽകും. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആ നടപടിയോട് അത്ര യോജിപ്പില്ല. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഇത്ര വലിയ പെൻഷൻ കൊടുക്കുന്നത് ശരിയല്ല, ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ശരിയല്ല. ആ നിലപാടിനോട് സംസ്ഥാന സർക്കാർ യോജിച്ചില്ല. അപ്പോ അതിന്റെ ഭാഗമായുള്ള വിരോധം വന്നു. വിരോധത്തിന്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടന്നു. എന്താ നടപടി? ഈ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാതിരിക്കണം, അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കണം. അതിനവരാദ്യം ചെയ്തത് ഈ പറയുന്ന കമ്പനി എടുക്കുന്ന വായ്പ അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന വായ്പയുടെ പരിധിയിൽ ഉൾപ്പെടുമെന്നതാണ്. എന്തൊരു ക്രൂരതയാണെന്ന് നോക്കണം. അതോടൊപ്പം വിശദമായി ഇപ്പൊ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, സംസ്ഥാനത്തെ വരിഞ്ഞിട്ട് മുറുക്കാനുള്ള ശ്രമം നടക്കി. വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കം, എല്ലാ നടപടികളും സ്വീകരിച്ചു. ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുള്ള വരുമാനം, ആ വരുമാനം 2-3 ഘടകങ്ങൾ ചേർന്നതാണ്. സംസ്ഥാനത്തിന്റെ മാത്രം വരുമാനമല്ല. സംസ്ഥാനത്തിന്റെ മാത്രം വരുമാനമുണ്ട്, തനത് വരുമാനം. ആ തനത് വരുമാനം നോക്കിയാൽ വലിയ തോതിലുള്ള വർധനവാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം, ഈ കഴിഞ്ഞ 2 വർഷം എടുത്താൽ 30,000 കോടി രൂപയുടെ വർധനവ് തനത് വരുമാനത്തിൽ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന പോലെ സാമ്പത്തിക പ്രയാസം മറ്റേതെങ്കിലും സംസ്ഥാനം അനുഭവിക്കുന്നുണ്ടോ? എന്താ കാരണം? ഈ വരുമാനം കൊണ്ട് മാത്രം ചെലവുകൾ ഒപ്പിച്ചു പോകാൻ കഴിയില്ല. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി കിട്ടേണ്ട പണമുണ്ട്. അതൊന്നും ഒരു ദയയുടെ ഭാഗമായല്ല, ഈ രാജ്യത്തിന്റെ ഭാഗമായ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം. ആ പണം വലിയ തോതിൽ കുറവ് വരുത്തി. അത് നൽകാതിരിക്കാൻ നില സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി കേന്ദ്രം നൽകേണ്ട പണത്തിൽ എങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ചെയ്തു. ഇതിനു പുറമെ വായ്പ എടുക്കണം. ആ വായ്പയും വരുമാനത്തിൽപ്പെടുന്നതാണ്. വായ്പക്ക് നിരോധനം ഏർപ്പെടുത്തി, വലിയ വ്യവസ്ഥകൾ വെച്ചു.
അതിന്റെ ഭാഗമായി വലിയ കുറവ് സംസ്ഥാനത്തിനുണ്ടായി. ഇതിനെയാണ് നമ്മൾ എല്ലാ വഴിയും നോക്കി ഒരു മാറ്റവുമില്ല എന്ന് വന്നപ്പോ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ തയ്യാറായത്. സുപ്രീം കോടതിക്കടക്കം ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായാണ് ചില ഇടപെടലുകൾ ആ ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഇപ്പോ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ വിഷയം നിൽക്കുകയാണ്. ഇതാണ് സ്വീകരിച്ച സമീപനം. എത്രമാത്രം ക്രൂരമായ സമീപനമാണെന്ന് നോക്കണം. ഇവിടെ ആ ഘട്ടം വന്നപ്പോ ചില ഘട്ടത്തിൽ പെൻഷൻ കൊടുക്കുന്നതടക്കം മുടങ്ങേണ്ടി വന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ സാഹചര്യം വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി പ്രഖ്യാപിച്ചു. പിന്നീട് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശികയിൽ 2 ഗഡു ഈ വർഷം തന്നെ കൊടുക്കുമെന്ന് തീരുമാനിച്ചു. അത് രണ്ടും കൊടുത്തു കഴിഞ്ഞു. അടുത്ത ഗഡു ഈ വരുന്ന മാർച്ചിന് ശേഷമുള്ള അടുത്ത സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും. അങ്ങനെ എല്ലാ കുടിശ്ശികയും തീർക്കും എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അത് ആ വഴിക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഞെരുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ വികസന പദ്ധതികൾ നടക്കുന്നു. വികസന പദ്ധതികളെ കുറിച്ച് ആകെ പറയാൻ ഇപ്പൊ നേരമില്ല. നമ്മുടെ കേരളത്തിലെ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ എല്ലാ മേഖലയും തകർന്നു കിടക്കുകയാണല്ലോ. എങ്ങനെ പുനരുദ്ധരിക്കും? എന്ത് നടപടിയെടുക്കും? ഖജനാവിലുള്ള പണം വെച്ചല്ലേ ഇതെല്ലാം ചെയ്യേണ്ടത്. ഖജനാവിൽ അത്ര പണമില്ല. ആവശ്യങ്ങൾ വളരെ കൂടുതൽ. അപ്പോ പണത്തിന്റെ സ്രോതസ് വേറെ കണ്ടെത്തണം. അതിനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. അന്ന് സർക്കാർ പറഞ്ഞു ഈ വരുന്ന 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കും. 5 വർഷമായപ്പോ 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ. ഇപ്പോ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. അപ്പൊ അതാ കേന്ദ്ര ഗവൺമെന്റ് വരുന്നു. കേന്ദ്ര ഗവൺമെന്റ് വരുന്നതിന് മുൻപ് തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷം അതിനെ വല്ലാതെ അപഹസിക്കാൻ തയ്യാറായി. കിഫ്ബിയുടെ വഴി സ്വീകരിച്ച നടപടികൾ നിങ്ങൾ നോക്കണം. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, മറ്റു രംഗം, റോഡുകള്, പാലങ്ങള്, എല്ലാ മേഖലയിലും കിഫ്ബിയുടെ ഇടപെടലുണ്ടായല്ലോ. ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയം വെച്ചാണോ? നാടാകെയല്ലേ ആ വികസന നടപടികൾ എത്തിയത്? എല്ലാ മേഖലയിലും എത്തിയില്ലേ? എങ്കിലും വലിയ എതിർപ്പ് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്, വലിയ പരിഹാസം, പുച്ഛം എല്ലാം ചേർന്നുകൊണ്ടുള്ള എതിർപ്പ് ഉയർന്നു വന്നു. നല്ല നിലക്ക് പദ്ധതികളുമായി മുന്നോട്ട് പോയി. ഇപ്പോ നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുകയല്ലേ? ആ നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുന്നതിന് ഇടയാക്കിയത് എന്താണ്? അവസാനം നാം സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ വിലയിൽ 25% സംസ്ഥാനം വഹിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പണം നമ്മൾ കണ്ടെത്തിയത് കിഫ്ബി വഴിയാണ്. 5,600 കോടിയിലധികം രൂപ അങ്ങനെയാണ് കൊടുത്തത്. നാടിന്റെ എല്ലാ ആവശ്യത്തിനും ആ പണം ഉപയോഗിക്കുന്നു. എന്താ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്? കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തു. തടയലാ ഉദ്ദേശം? ന്യായമായ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ കുറച്ച് സ്ഥാപനങ്ങളുണ്ടല്ലോ, നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെന്റ് വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നില്ലാലോ. പിന്നെ എന്താണ് ഞങ്ങളോട് മാത്രം ഇങ്ങനെയൊരു നിലപാട്, കിഫ്ബിയോട് മാത്രം ഇങ്ങനെയൊരു നിലപാട്? അതിന് മറുപടിയില്ല. ഒരു ന്യായം പറഞ്ഞു, നിങ്ങള്
ഇതിനകത്ത് വരുമാനമില്ല, കിഫ്ബിക്ക് വരുമാനമില്ല. കിഫ്ബി ഏറ്റവും നല്ലൊരു സാമ്പത്തിക സ്രോതസ്സാണ്, സാമ്പത്തിക സ്ഥാപനവുമാണ്. അതിൻ്റെതായ വരുമാനം ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിലുള്ള വരുമാനമില്ല എന്ന തടസ്സവാദം ഉന്നയിക്കുന്നു. കിഫ്ബിയെ തകർക്കാനുള്ള നീക്കം, നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ കിഫ്ബി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. നേരിട്ട് വരുമാനമില്ല എന്ന പ്രശ്നം അതും പരിഹരിക്കണമെങ്കിൽ അതും പരിഹരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നിലപാട്. ഇവിടെ കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനമാണ്. എത്രമാത്രം പകയോടെയുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നാണ്. നമ്മുടെ നാടിന്റെ വികസനത്തെ തടയാനാണ് ശ്രമിച്ചു വരുന്നത്. നാടിപ്പോ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിക്കുന്നുണ്ട്. വിവിധ മേഖലകളുടെ കണക്കെടുത്ത് അംഗീകരിക്കുന്നുണ്ട്. ഓരോ മേഖലയിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ നമ്മളിതിൽ തൃപ്തരല്ല. ഇനിയും മുന്നോട്ട് പോകണം, കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയണം. നേരത്തെ തന്നെ LDF പറഞ്ഞൊരു കാര്യമുണ്ട്, സർവതല സ്പർശിയായ വികസനം, സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കണം. ഏതെങ്കിലും ചെറിയൊരു വിഭാഗമല്ല, മുഴുവൻ ആളും. എല്ലാ പ്രദേശങ്ങളിലേക്കും വികസനമെത്തണം. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതനുസരിച്ചുള്ള നടപടികളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചു വരുന്നത്, അതിന് തടയിടാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ജനങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇതിനോടൊപ്പം കൃത്യമായി അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിന്റെ ഭാഗമായാണ് LDFന് 2021 ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചത്. നിങ്ങൾ ഫലപ്രദമായി കാര്യങ്ങൾ നിർവഹിക്കൂ എന്ന ആജ്ഞയാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. അതനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനാണ് LDF നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ ശ്രമിച്ചു വരുന്നത്. നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ജനങ്ങളിൽ നല്ല രീതിയിൽ എത്തിക്കാൻ, അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുകയാണ്. ശരിയായ വിവരങ്ങൾ എല്ലാ രീതിയിലും ജനങ്ങളിലേക്ക് എത്തിക്കാനാവണം. LDF കൂടുതൽ കരുത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. LDF കരുത്തോടെ നീങ്ങുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകം CPIMന്റെ കരുത്ത് തന്നെയാണ്. CPIM കൂടുതൽ കരുത്തിലേക്ക് വളരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ പാർട്ടി കാണുന്നത്. അതിന്റെ ഭാഗമായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. കൂടുതൽ ശക്തമായ രീതിയിലേക്ക് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ദൗത്യം എല്ലാ പാർട്ടി സഖാക്കളും പാർട്ടി ബന്ധുക്കളും പാർട്ടിയുടെ സഹയാത്രികരും ഏറ്റെടുക്കുക, പൊതുസമൂഹം അതിനോടൊപ്പം അണിനിരക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.